പാർട്ടി ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത്, അതായത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ പരാതി ഉന്നയിച്ച, ഇപ്പൊ ഡിസ്ക്രെഡിറ്റ് എന്നുള്ള വാക്ക് ഗോപി ഉപയോഗിച്ചതുകൊണ്ട് കൂടിയാണ് ഈ പരാതി ഇന്നലെ ഉന്നയിച്ച ആ കുട്ടിയെ കോൺഗ്രസ് പാർട്ടിക്കാർ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് അദ്ദേഹം ഉദാഹരിച്ചത് പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, മോശമായി ചിത്രീകരിക്കുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിന്റെ തെളിവായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവിന്റെ സമീപനത്തെയാണ്. ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രൊഫൈലുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഇടങ്ങളിലെ കോൺഗ്രസ് പ്രൊഫൈലുകൾ, എന്തൊക്കെ രതിവൈകൃതങ്ങളാണ് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ പറ്റി, മുൻപൊരു ആരോപണം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ രീതിയിലുള്ള അവർ സ്വീകരിച്ച ഒരു ഡിഫൻസിനെ പറ്റിയൊക്കെ നടത്തിയത് എന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒന്ന് പരതി നോക്കിയാൽ, ഫേസ്ബുക്കിൽ ഒന്ന് തുറന്നു നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് തുറന്നു നോക്കിയാൽ കോൺഗ്രസിന്റെ തനി രാഷ്ട്രീയ സംസ്കാരം മനസ്സിലാവും. കോൺഗ്രസിലെ കള പറിച്ചു കളയാനാണെങ്കിൽ ഇനി എത്ര കളകളുണ്ട് എന്നതും അതിന് സംരക്ഷണം തീർക്കുന്നത് തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരൊക്കെ ആണ് ഓരോ സമയങ്ങളിലും ഉപയോഗപ്പെടുന്നത് എന്നും, ഉപയോഗം കഴിയുമ്പോൾ ആ കൂട്ടുകൃഷി അവസാനിപ്പിച്ച് എങ്ങനെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ശൈലി രൂപപ്പെടുത്തുന്നത് എന്നും വളരെ വൈകിയാണെങ്കിലും ഒരുപക്ഷെ അഡ്വക്കേറ്റ് വി.ആർ. അനൂപ് അടക്കം മനസ്സിലാക്കാൻ പോവുകയാണ്. അവന്തികയ്ക്ക് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ അംഗത്വം ഉണ്ടോ എന്ന് ഗോപി ഒന്ന് പരിശോധിക്കണം. എന്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അവർ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ അറിയാത്തത് കൊണ്ടാണ് ആ സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിലെ അവന്തികയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് മടിയില്ല. KPSTA എന്ന് പറയുന്ന അധ്യാപക സംഘടനയിലെ അധ്യാപകരെ സമീപിക്കാൻ മടിയില്ല. യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ സമീപിക്കാൻ മടിയില്ല. KSUവിലെ വനിതാ പ്രവർത്തകരെ സമീപിക്കാൻ മടിയില്ല. ഇനി കോൺഗ്രസിന് ഒരു പോഷക സംഘടനയുണ്ട്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ, KSSPA എന്ന് പറയും. അത് 56 കഴിഞ്ഞവരാണ്. സമീപിക്കാൻ മടിയുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ ഒരു പെത്തോളജിക്കൽ ആയിട്ടുള്ള, ഒരു സോഷ്യോപാത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതും ചെയ്തേക്കാം, എനിക്കറിയില്ല. റീലുകളിൽ അഭിരമിക്കുന്ന, സോഷ്യൽ മീഡിയയാണ് ഇടപെടലുകളുടെ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തെ മാത്രം വിലയിരുത്തുമ്പോൾ അതൊക്കെ ഒരു കാലം വരെയൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ആ അണികളെ ഇനിയും പറഞ്ഞ് പറ്റിക്കരുത്.